എന്തിന് പേരിന് പോലും മുസ്ലിമീങ്ങളില്ലാത്ത കാലഘട്ട ഭരണരംഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു ഓഫീസ് കയറിയാൽ ഒരു മുസ്ലിം ഇല്ലാത്ത കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു മുസ്ലിം കയറി ചെന്നാൽ ആദരിച്ചിരുന്നു. ആദരിക്കുന്നത് അവന്റെ മുഖത്തിലെ ഈമാന്റെ തുടിപ്പിനെയാ. മനസ്സിലായില്ല? ഇന്ന് എല്ലായിടത്തും നമുക്കുണ്ട്. പുതിയ റിക്രൂട്ട്മെന്റ് നമ്മൾ അപേക്ഷിക്കണമുണ്ട്. ഭരണരംഗത്ത് ആര് ഭരിച്ചാലും, ചോപ്പ് ഭരിച്ചാലും കുങ്കുമം ഭരിച്ചാലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികാരത്തിൽ ശക്തിയുമുണ്ട്. പറഞ്ഞാൽ കേൾക്കുമെന്നത്. എന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കണില്ല. ഇതിവിടെ പറഞ്ഞു ഒരാള്. ആരെ പറഞ്ഞത്? ഇതിവിടെ പറഞ്ഞില്ലേ ഒരാള്? കാളമ്പാടി ഉസ്താദ്, കാളമ്പാടി സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുനാ കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, നമ്മൾ പറയുന്നത് ഭരണകൂടം വില വെക്കാതിരിക്കാനുള്ള കാരണം ഹദ്ദാദിനെ നമ്മൾ കയ്യൊഴിച്ചതാകുന്നു. കാരണം ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് പരിഹരിക്കാൻ എല്ലാ മുസ്ലിമീങ്ങളും മഗ്‌രിബിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഹദ്ദാദ് നടപ്പിലാക്കാൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അത് നടപ്പിലാക്കി. പ്രശ്നം തീർന്നു. ഇന്നലെ രാത്രി ഹദ്ദാദ് ഓടിയവരെന്ന് കൈപൊക്കി. കുറച്ചാളുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിന് കാരണം എന്താണെന്നറിയോ? നോമ്പിന് പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടാവും. നിങ്ങൾ എന്റെ മുന്നിൽ ആളാകണ്ട. ഞാന് നിലമ്പൂർ ഉള്ളുന്നാണ്, ആദിവാസികളുടെ നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും 5-8 കൊല്ലായി നിങ്ങളടുത്ത് കുറച്ചൊക്കെ വിളവ് ഞാനും പഠിച്ചു. അതുകൊണ്ട് എന്റെ മുന്നിൽ ആളാകണ്ട. എന്താണിതൊക്കെ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം? മുസ്ലിമീങ്ങളെ കാര്യത്തെ ഭംഗിയാക്കണമേ. ആരെങ്കിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ശർറിനെ നീ തിരിച്ചുവിടണമേ. സുലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. മഹ്ശറിൽ രക്ഷപ്പെടാനുള്ള മരുന്നും അതിലുണ്ട്. എന്താ ചെയ്യേണ്ടത് മഹ്ശറിൽ രക്ഷപ്പെടാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അക്തിറു യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം. അറാഫ് 54, 55, 56, അറാഫ് 117, 118, 119, യൂനിസ് 79, 80, 81, 82, താഹ 65, 66, 67, 68, 69. പിന്നെ അൽ മുഅ്മിനൂൻ 115, 116, 117, 118. പിന്നെ ഹശർ 21, 22, 23, 24. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്ത. പിന്നെ സാഫാത്ത് 1 മുതൽ 15 വരെ, അർ-റഹ്മാൻ 31, 32, 33, തബാറക 3, 4, കലമ 55, 52, ജിന്ന് 3. പിന്നെ സൂറത്തുൽ കാഫിറൂന ഫുള്ള്. പിന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇവ ഓതുക. വെള്ളത്തിലേക്കും ഒലിവെണ്ണയിലേക്കും ഓടുക. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുക. കുറച്ച് ദിക്റുകൾ കൂടി ഉണ്ട്. അത് പിന്നീട് ഞാൻ പറയാം. ഇതെല്ലാം കൂടി പറഞ്ഞാൽ തീരില്ല. വരുന്നുണ്ടെന്ന് പറയുന്നത് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. എന്നിട്ട് എല്ലാ ദിവസവും അതുകൊണ്ട് സുബഹ് ശേഷം കുളിക്കുകയും അതുകൊണ്ട് സുബഹി ശേഷവും ളുഹറിന് ശേഷം അസറിന് ശേഷവുമായി 3 കുടിക്കുകയും ജയ്ത്തെണ്ണയെ കുടിക്കുകയും ജയ്ത്ത് പുരട്ടുകയും ചെയ്യുക. 21 ദിവസം ഇങ്ങനെ ചെയ്താൽ ക്യാൻസറിന് ശിഫ ഉണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സലാത്തുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. വറക്കപ്പറ അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടവയാണ്.
ഇതൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. ഒരാള് കടമുണ്ടെങ്കിൽ കടത്തെ തടയാൻ ഒരു മാർഗമുണ്ട്. എല്ലാ ദുആയിലും അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക എന്ന ദുആ 5 വഖത്തിലും ദായിമായാൽ കടം വീട്ടാൻ അധ്വാനിക്കുന്നതോടുകൂടെ കടമില്ലാതെയാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തുർമദി രേഖപ്പെടുത്തി കടം വിടാൻ വേണ്ടി ഒരുപാട് ആളുകൾ കത്ത് തന്നിട്ടുണ്ട്. ഒരു ഉപദേശം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക. ഈ ദുആ 5 വഖത്തിനും ദുആ ചെയ്യാ. തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് അയാളുടെ ജോലിയിൽ ബർക്കത്തുണ്ടാകാനും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനും ദാരിദ്ര്യം മാറാനും മറ്റൊരു കാര്യം, എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവത് തവ്വാബുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവത് തവ്വാബുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവത് തവ്വാബുർ റഹീം. അള്ളാന്റെ റിസ്ഖിന്റെ ഖജനാവ് തുറന്നു കിട്ടാൻ വേറൊരു മാർഗം, ബിസ്മിയോടുകൂടെ ലാ ഹൗല 100 തവണ എല്ലാ ദിവസവും തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ബിസ്മില്ലാ, ഒരു വാവ് ഇടയ്ക്കേറ്റ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മിഫ്താഹുൽ ജന്നത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മിഫ്താഹുത് തസ്കിയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മനസ്സിലായില്ലേ? നോക്കൂ, റഹ്മത്തിന്റെ ചാവിയാണ് എന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ക്രിസ്ത്യാനിയായ രാജാവ് ഒരിക്കൽ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബിന് കത്തയച്ചു, റളിയല്ലാഹു അൻഹു, എനിക്ക് വല്ലാത്തൊരു തലവേദന ഉണ്ട്, ഒന്ന് മാറാൻ വല്ല മരുന്ന് അയച്ചു തരണം. അപ്പോൾ ഒരു തൊപ്പി അയച്ചു കൊടുത്തു സയ്യിദ്ന ഉമർ. ആ തൊപ്പി വെച്ചാൽ മതി, ഇന്ന രോഗം മാറുന്നതാണ്. അയാൾ തൊപ്പി വെച്ചു. ഫസക്കന സുദാ, പിന്നെ തലവേദന ഇല്ല. എന്നാൽ തൊപ്പി തലേന്നെടുത്താൽ പിന്നെയും തലവേദന. തൊപ്പി വെച്ചാൽ തലവേദന ഇല്ല. അപ്പോൾ പേർഷ്യക്കാർ പറഞ്ഞു വരുത്തി, നമ്മുടെ രാജാവിനെ 4-ാം വേദക്കാരനാക്കാൻ മദീനക്കാർ ചെയ്ത ഒരു ഗൂഢോത്രമായിരിക്കും. ആ തൊപ്പിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. അവസാനം തൊപ്പി ഒളിച്ചു, തൊപ്പി പരിശോധിച്ചു. രാജദർബാറിൽ തൊപ്പി പരിശോധിച്ചപ്പോൾ വജദൂ ഫിൽ ഖലൻസുവതി ഖിർഖതൻ മക്തൂബൻ ഫീഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രം. റാസി തഫ്സീറുൽ കബീർ, റാസി റഹ്മത്തുള്ള തോന്നിയത് പറയല്ല, റാസി. എന്തുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ? ഒരു തുണി കഷ്ണത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു തൊപ്പിയുടെ ഉള്ളിൽ, എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ എന്നൊരൊറ്റ വാക്ക്. അത് ദായിമാക്കുന്നവർക്ക് നരകമോചനവുമുണ്ട്. കാരണം ബിസ്മിയുടെ അക്ഷരം 19, ബിസ്മിയുടെ അക്ഷരം 19, നരകം കാക്കുന്ന മലക്കുകളും 19, അലൈഹാ 19. അങ്ങനെയാണ്, ഒരു കണക്കുണ്ട്. എന്റെ അങ്ങനെയാണ്. അങ്ങനെ എന്താ വിചാരിച്ചത്? പരിഭാഷയിൽ മാത്രം വെക്കുന്ന പരിപാടിയാണ് ഖുർആനെന്നോ? ആയാതു ഹഖ്ഖിൻ മിനാ റഹ്മാനി മുഹദസാതുൻ ഖദീമതുൻ സിഫാതുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനസ്സിലായില്ലേ? ദാരിദ്ര്യം മാറാൻ എല്ലാ ദിവസവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനുള്ള മാർഗവുമാണ് അത്. റഹ്മത്തിന്റെ താക്കോലാണ്.